نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ നമ്മുടെ പ്രിയപ്പെട്ട ചക്കര മക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാണോടാ മക്കളെ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണോ? എക്സാം എന്ന് വിചാരിച്ചിട്ട് പേടിയുണ്ടോ? നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ വേണ്ടി പറ്റൂല്ലേ? അങ്ങനെ എത്ര പരീക്ഷ നമ്മൾ എഴുതിയിട്ടുണ്ട് ഇല്ലടാ മക്കളെ? നമ്മൾ കുറേ പരീക്ഷ എഴുതിയിട്ടില്ലേ? നമ്മൾ ഇതിന് മുന്നേ നമ്മൾ ഓണപ്പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തൊട്ട് മുമ്പേ നമ്മൾ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷ നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്തെല്ലാം പരീക്ഷ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതിട്ട് ഇപ്പോൾ വരുന്ന പരീക്ഷ എന്താ? ഒന്നുമില്ല, വളരെ സിമ്പിളാ അല്ലെ? നമ്മൾ എഴുതി അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ഇല്ലടാ മക്കളെ? ഇല്ലേ നേരെ നമ്മൾ പോവാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് നിങ്ങൾക്ക് പേടിയുണ്ട്? ഇംഗ്ലീഷ് എന്ത് പേടി? ഇംഗ്ലീഷ് പഠിക്കൊന്നും വേണ്ടല്ലോ. ഇംഗ്ലീഷ് നമുക്ക് ഈസി അല്ലേടാ? ഇംഗ്ലീഷ് ഈസി അല്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ നമ്മൾ പഠിച്ചിട്ടില്ലേ? മറ്റേ ആ ഉറുമ്പിൻ്റെ ഒക്കെ ആൻഡിൻ്റെ ആ ഒരു പാടമൊക്കെ അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അടിപൊളിയാണ്. നമുക്ക് കൂടുതൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ പരീക്ഷ ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പാണ്. നേരെ നമ്മൾ ചോദ്യ പേപ്പർ നോക്കാൻ പോവാണ്. ചോദ്യ പേപ്പർ നോക്കാൻ നിങ്ങൾ റെഡിയാണോ? അതിന് മുമ്പ് സാറിന് ഒരു കാര്യം പറയാൻ നിങ്ങൾ കേൾക്കുമോ? കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ? എന്താ കാര്യം എന്നറിയും നിങ്ങൾക്ക്? നമ്മൾ ഈ വീഡിയോൻ്റെ താഴെ ഒരു ചുവന്ന ഒരു സബ്സ്ക്രൈബ് തന്നിരുന്ന ബട്ടൺ ഉണ്ട്. അത് പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു ക്ലിക്ക് ചുവന്ന സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ എന്ത് ചെയ്യും? ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് അമർത്തിയേക്ക്. ലൈക്ക് ബട്ടൺ കൂടെ അപ്പോൾ ക്ലിക്ക് ചെയ്യുക. ചുവന്ന ബട്ടണ് ലൈക്ക് ബട്ടൺ അമർത്തുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ? റെഡി ആണോ നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രം ഞാൻ വീഡിയോയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ചോദ്യ പേപ്പർ കാണിച്ചു തരാൻ പോവാണ്. നാളെ നടക്കുന്ന പരീക്ഷൻ്റെ അല്ല കുറച്ച് മോഡൽ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. നിങ്ങൾ റെഡി? ഞങ്ങൾ എൻ്റെ കൂടെ പറയണം കേട്ടോ. എൻ്റെ കൂടെ പറയണം. ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരും. സ്ക്രീനിൽ എന്ത് ചെയ്യും? ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. നോക്ക്, ഇതാ ഇവിടേക്ക് നോക്ക്, ഇവിടെ വന്നിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പർ നോക്കുക. ഇവിടെ നമുക്കറിയാം ഒന്നാമത്തെ ഈ ഒരു സംഭവത്തിൽ നമ്മളിവിടെ എന്ത് ചെയ്യും? നമ്മുടെ പേരൊക്കെ എഴുതി കൊടുക്കും. നെയിം ഓഫ് സ്റ്റുഡൻറ്റ് എന്നുള്ളിടത്ത് നമ്മുടെ പേര് എഴുതി കൊടുക്കും. നെയിം ഓഫ് സ്കൂൾ എന്നുള്ളത് നമ്മുടെ സ്കൂളിൻ്റെ പേര് എഴുതും. ഡിവിഷൻ എഴുതും അല്ലേ? ഇതൊക്കെ നമ്മൾ എഴുതി കൊടുക്കും അല്ലേ? അതിനുശേഷം നമ്മൾ നേരെ താഴോട്ടേക്ക് പോവാണ്. കംപ്ലീറ്റ് ദ റിഡിൽ കാണുന്നുണ്ടോ നിങ്ങൾ? കംപ്ലീറ്റ് ദ റിഡിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. എന്താ ചോദ്യം? നമുക്ക് നോക്കണം. ഐ ആം ബിഗ് ആൻഡ് ബ്ലാക്ക്. ഞാൻ ബിഗ് ആണ്, വലുതാണ്. ബ്ലാക്ക് എന്നെ പോലെ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ഞാൻ ബ്ലാക്കാ? ഞാൻ വൈറ്റ് അല്ലേ? വൈറ്റ് അല്ലേ? ഓക്കെ, അതല്ല. ഇപ്പൊ പറയുന്നത് എന്താ? ഐ ആം ബിഗ് ആൻഡ് ബ്ലാക്ക്. ഞാൻ വലുതാണ്, അതേപോലെ തന്നെ ഞാൻ ബ്ലാക്കും ആണ്, കറുത്തിട്ടുമാണ്. ഐ ഹാവ് എ ലോങ് ട്രങ്ക്. എനിക്ക് എന്തുണ്ട്? എനിക്ക് ഒരു നീളമുള്ള പത്രക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഐ ഈറ്റ് പാം ലീവ്സ്. ഹൂ ആം ഐ? ഞാൻ കറുത്തിട്ടാണ്, ഞാൻ വലുതാണ്, എനിക്ക് നീളമുള്ള വലിയൊരു ട്രങ്ക് ഉണ്ട്, ഞാൻ പാം ലീവ്സ് ആണ് തിന്നുന്നത്. ആരാണ് ഞാൻ എന്നാണ്. എത്ര ആൾക്കറിയാം ആരാ ഞാൻ എന്നുള്ളത്? നിങ്ങളൊന്ന് പറയും. എത്ര ആൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അല്ല, ഇതേപോലെ റെഡിൽ വരും നമുക്ക് പരീക്ഷയ്ക്ക്. ഇതേപോലെയുള്ള റെഡിൽ ചിലപ്പോൾ ഇതന്നെ വന്നാലോ? അപ്പം ഇതെന്താണ് ഇതിൻ്റെ ഉത്തരം എന്നുള്ളത് നമുക്കറിയാം. ഇല്ല, നിങ്ങൾക്കറിയാം ഉത്തരം എന്താണെന്നുള്ളത്? എനിക്കറിയാം എന്താ ഉത്തരം എന്നുള്ളത്. ഞാൻ എഴുതട്ടെ, നിങ്ങൾ നോക്കുവോ എന്താണെന്നുള്ളത്? ഞാൻ പറയട്ടെ. എലിഫൻ്റ് ആണ് അല്ലേ? എലിഫൻ്റ് ഇത് എങ്ങനെയാണ് എഴുതുക? ഓക്കെ, എലിഫന്റ് അല്ലേ? എലിഫന്റ് കണ്ടോ? എലിഫന്റ് ആണ് അല്ലേ? എലിഫന്റ് എന്ന് നമ്മൾ എന്ത് ചെയ്ത് എഴുതി കൊടുത്ത്. ഇനി അടുത്ത നോക്കുക. അടുത്തത് ഐ ക്യാൻ സ്വിം. ഇതാ ഇവിടെയാ വായിക്കുന്നത്. ഐ ക്യാൻ സ്വിം. എനിക്ക് നീന്താൻ വേണ്ടി പറ്റും. ഐ ക്വാക്ക് 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 അങ്ങനെ പറയുന്ന ഒരാളില്ലേനോ? ഇല്ലേ? അയാളുടെ പേരെന്തേനു? ഐ ഹാവ് വെബ്ഡ് ഫീറ്റ്. ഐ ഹാവ് വെബ്ഡ് ഫീറ്റ്. അതിൻ്റെ കാലം എന്താണ്? വെബ്ഡ് ഫീറ്റ് ആണ്. ഹൂ ആം ഐ? ക്വാക്ക് ക്വാക്ക് എന്നുള്ള സൗണ്ട് തന്നെ കേട്ടാൽ തന്നെ അറിയാം നീന്താൻ പറ്റുന്ന. ക്വാക്ക് ക്വാക്ക് എന്നുള്ള സൗണ്ട് ഉണ്ടാക്കുന്ന ജീവി ആരാ? നമുക്ക് ഈസിയിൽ എഴുതി കൊടുക്കാം. ആരാണ് അയാൾ? ഡക്കാണെന്ന് എന്ത് ചെയ്യാം? നമുക്ക് എഴുതി കൊടുക്കാം. എന്ത് ഈസിയല്ലേ ഇത്? വളരെ ഈസിയല്ലേ? ഈസിയാണ്. ഇനി നമ്മൾ അടുത്തത് നോക്ക്. അടുത്തത് ഇവിടെ പാരറ്റ് എന്ന് ഇവർ കൊടുത്തിട്ടുണ്ട്. പാരറ്റ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? പാരറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പാരറ്റ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് അല്ല, പാരറ്റ്. എന്താണ്? പാരറ്റ്, നോ ക്യാരറ്റ്. എന്താണ്? പാരറ്റ് ആണ്. പാരറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തത്തമ്മ അല്ലേ? തത്തമ്മ കുട്ടിയാണ്. തത്തമ്മ കുട്ടിയല്ലേ? തത്തമ്മ തന്നെ അല്ലേ? തത്തമ്മ. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമ്മൾ എഴുതും. നമ്മളെങ്ങനെ എഴുതും പാരറ്റ് എന്നുള്ളത്? ഐ ആം എ ബേർഡ് അല്ലേ? നമുക്ക് എഴുതി കൊടുക്കാം. ഐ ആം എ
ബേർഡ് അല്ലെ, ഞാനൊരു പക്ഷിയാണെന്ന് എന്ത് ചെയ്യാം ആദ്യം നമുക്ക് എഴുതി കൊടുക്കാം അല്ലെ. എന്നിട്ട് ആ പക്ഷിന്റെ കളർ എന്താന്നുള്ളത് നമുക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റുമോ? പക്ഷിന്റെ കളർ നമുക്ക് എഴുതി കൊടുക്കാം. എന്ത് എഴുതി കൊടുക്കാം? ഐ ആം റെഡ് ഇൻ കളർ, അല്ലെങ്കിൽ ഐ ആം റെഡ്, അല്ല സോറി ഐ ആം ഗ്രീൻ അല്ലേ. അതിനെന്താണ്? ഗ്രീൻ അല്ലേ, പച്ചയല്ലേ, അങ്ങനെ കൊടുക്കാം. ഐ ആം ഗ്രീൻ, ഞാന് പച്ചയാണ്. ഐ ആം ഗ്രീൻ, ഞാൻ എന്താണ്? പച്ചയാണ്. ഇനി എന്താ തിന്നത്? ഐ ഈറ്റ് ബനാന, ഞാന് ബനാന തിന്നു, എഴുതി കൊടുക്കാം അല്ലേ. ലാസ്റ്റ് ഒരു ചോദ്യവും, ഹൂ ആം ഐ, ആരാണ് ഞാൻ അല്ലേ. ഐ ആം എ ബേർഡ്, ഞാനൊരു പക്ഷിയാണ്. ഐ ആം ഗ്രീൻ, ഞാൻ ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്തേലും കളറ് എന്നോട് മറന്നു പോകുന്നുണ്ടല്ലോ. എന്തായിരിക്കും എന്നോട് മറന്നു പോകുന്ന? ഗ്രീൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താ കളർ എന്നുള്ളത്? ഞങ്ങളൊന്ന് പറയും, ഏതാ കളർ? ഞാൻ കേൾക്കട്ടെ, ഏതാ കളറ്? പച്ചയാണ് അല്ലേ. ഐ ആം ഗ്രീൻ, ഞാൻ പച്ചയാണ്. ഐ ഈറ്റ് ബനാന, ഞാൻ ബനാന തിന്നു, ഹൂ ആം ഐ, ആരാണ് ഞാൻ? നമുക്ക് എഴുതി കൊടുക്കാം ആരാണ് ഞാൻ. നമുക്ക് ഈസിയിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നമ്മുടെ അടുത്തതിലേക്ക് പോവാം. ആഡ് മോർ ലൈൻസ് ആണ്. നോക്ക്, ആക്ടിവിറ്റി 2 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആഡ് മോർ ലൈൻസ് ആണ് അല്ലെ. ആഡ് മോർ ലൈൻസിൽ എന്താന്നുള്ളത് നോക്ക്, എന്താ ഇവിടെ ഉള്ളത്? ബെൻ ആൻഡ് സെൻ എൻജോയ്ഡ് ദ ഗെയിംസ് ഇൻ ദ പാർക്ക്. They took the rides happily. അപ്പൊ അവരെന്തോ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. എന്ത് പാട്ടാ അവർ പാടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം അല്ലെ. എന്ത് പാട്ടാ അവർ പാടുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് നോക്കി നോക്കാം. നോക്ക്, Sun on the seesaw moves up and down. Sun on the seesaw moves up and down. Ben in the playground walks round and round. ഇനി നമ്മളോട് ആഡ് മോർ ലൈൻസ്, നമ്മളോട് വരികൾ ഇതേപോലെയുള്ള ചോദ്യം മക്കളെ പരീക്ഷയിൽ വരൂ എന്നുള്ള കാര്യം ഉറപ്പാ. എന്തായാലും പരീക്ഷയിൽ ഇതേപോലെയുള്ള ഒരു ചോദ്യം ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണ്ടേ. അപ്പൊ ഇത് നമ്മൾ ഫില്ല് ചെയ്താൽ നമുക്ക് വേഗം എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി പറ്റൂലേ? പറ്റും. അതുകൊണ്ട് നോക്ക്, ഇവിടെ താഴെ ഹിൻസിൽ സ്വിങ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ബാക്ക് ആൻഡ് ഫോർത്ത് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്, റൺസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം? ഇവിടെ മുകളിൽ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇത് സെൻ ഓൺ ദ, ഇവിടെ സീസോ ആണ്, അത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്വിങ് ആക്കാം അല്ലേ. സ്വിങ് ആക്കാം അല്ലേ. സെൻ ഓൺ ദ സ്വിങ്. ഇനി എന്ത് എഴുതാം നമുക്ക്? മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? മൂവ്സ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തത്? ബാക്ക് ആൻഡ് ഫോർത്ത് അല്ലേ. ബാക്ക് ആൻഡ് ഫോർത്ത് അല്ലേ. മൂവ്സ് ബാക്ക് ആൻഡ് ഫോർത്ത്. പിന്നെയോ അടുത്ത നോക്ക്, ഇവിടെ ബെൻ ഇൻ ദ പ്ലേ ഗ്രൗണ്ട് അല്ലേ. നമുക്ക് എഴുതി കൊടുക്കാം ബെൻ ഇൻ ദ, എവിടെയാ ബെൻ ഇൻ ദ, എവിടെയാ ബെൻ ഉള്ളത്? ബെൻ ഗ്രാസിലാണ് അല്ലെ, പുല്ലിലാണ്. ബെൻ ഇൻ ദ ഗ്രാസ് walks, എന്താണ് walks അല്ലെങ്കിൽ walks വേണ്ട അല്ലെ. walks വേണ്ട, walks ഓൾറെഡി ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? റൺസ് എഴുതി കൊടുക്കാം. റൺസ് ഇങ്ങോട്ട് പോട്ടെ. റൺസ് റൗണ്ട് ആൻഡ് റൗണ്ട് എഴുതാം. കണ്ട, ഇങ്ങനെ എഴുതി കൊടുത്തൂടെ നമുക്ക്? ഇങ്ങനെ എഴുതി കൊടുത്തൂടെ? സെൻ ഓൺ ദ സ്വിങ് മൂവ്സ് ബാക്ക് ആൻഡ് ഫോർത്ത്, ബെൻ ഇൻ ദ ഗ്രാസ് റൺസ് റൗണ്ട് ആൻഡ് റൗണ്ട്. എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതി കൊടുത്തൂടെ? ഇങ്ങനെ എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യും? ഇതിന് ഫുൾ മാർക്ക് കിട്ടും. ഇനി അടുത്തത് നോക്ക്, കോൺവെർസേഷൻ ആണ്. സോനു ഗോട്ട് മെനി ബർത്ത്ഡേ ഗിഫ്റ്റ്. Do you want to know what they are? Join the dots. നമ്മളോട് ഈ ഡോട്ട്സ് ജോയിൻ ചെയ്യാൻ വേണ്ടി പറയാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഡോട്ട്സ് ഇങ്ങനെ ജോയിൻ ഒക്കെ ചെയ്ത് കൊടുക്കാം അല്ലേ. നല്ലതാ, അതിൻ്റെ ഒരു ബസ്സൊക്കെ കിട്ടും. ഇതാ നോക്ക് നിങ്ങൾ, ഹൈവ ഇങ്ങനെതാ ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ഇതാ അല്ലേ. ഇതൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ വൃത്തിയിൽ ഞാൻ ചെയ്യുന്ന പോലെ കേട്ടോ, സ്പീഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇത് അങ്ങനെ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഈസി അല്ലേ. ഇതാ സൈക്കിളൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്തു? നമ്മളത് ജോയിൻ ചെയ്ത് താഴോട്ട് പോവാണ്. താഴോട്ട് പോകുമ്പോൾ ഹൂ ആർ യു, ബൈസിക്കിൾ ചോദിക്കാണ്, ബസ്സിനോട് ചോദിക്കാണ് ഹൂ ആർ യു, നീ ആരാണ്, നീ ഹൂ ആർ യു, നീ ആരാണ് എന്ന് ചോദിക്കാം. അപ്പൊ ബസ് എന്ത് പറയും? ഐ ആം
ബസ് അല്ലെങ്കിൽ ബസ് എന്ന് പറയാം അല്ലേ, ഞാൻ ബസ്സാണെന്ന് പറയാം അല്ലേ. ഓ യു ആർ വെരി ബ്യൂട്ടിഫുൾ, യു ആർ വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയാം. ആരാ പറയുന്നത്? ബൈസിക്കിൾ എന്താ പറയുന്നത്? യു ആർ വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയാണ് ബസ്സിനോട്. അപ്പൊ ബസ് തിരിച്ചു എന്ത് പറയാം? യു ആർ ഓൾസോ ബ്യൂട്ടിഫുൾ, നീയും നല്ല ഭംഗിയുണ്ട്, നിന്നെ കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അല്ലേ. എങ്ങനെ പറഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞു കൊടുക്കാം അല്ലേ. ഓക്കെ, യു ആർ ഓൾസോ ബ്യൂട്ടിഫുൾ. നീയും എന്താണ്? നീയും നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാൻ അല്ലേ. ഹൗ മെനി ടയേഴ്സ് ഡു യു ഹാവ്? നിനക്ക് എത്ര ടയർ ഉണ്ട് എന്ന് ബസ്സിനോട് ചോദിക്കുക. അപ്പൊ പറയാം 4, 4 ടയർ അല്ലേ. അപ്പൊ ക്യാൻ യു റൺ ഫാസ്റ്റ്? നീ വേഗത്തിൽ ഓടുവോ? വേഗത്തിൽ ഓടുവോ? അപ്പൊ ബസ് പറയും യെസ് ഐ ക്യാൻ റൺ ഫാസ്റ്റ്, എനിക്ക് വേഗത്തിൽ ഓടാൻ വേണ്ടി കഴിയും. ഐ ക്യാൻ റൺ ഫാസ്റ്റ് അല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വി ക്യാൻ പ്ലേ വിത്ത് അവർ ന്യൂ ഫ്രണ്ട് സോനു ടുമാറോ. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പുതിയ കൂട്ടുകാരനായിട്ടുള്ള സോനുവായിട്ട് എന്ത് ചെയ്യാം? നാളെ കളിക്കാന്ന് പറഞ്ഞു കൊടുക്കുക അല്ലേ. അങ്ങനല്ലേ, നമുക്ക് ടോയ്സ് ഒക്കെ കിട്ടി നമ്മൾ കളിക്കൂലേ? ഇല്ലേ? നിങ്ങൾക്ക് എത്രങ്ങാനും ടോയ്സ് ഉണ്ട്? ഇല്ലേ? ഉണ്ടോ? എനിക്കുണ്ട് ടോയ്സ്. എൻ്റെ ടോയ്സ് അവിടെ ഇപ്പോൾ കാണില്ല, കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, റെഡി. അത് കഴിഞ്ഞിട്ട് ഐഡന്റിഫൈ ദ ഫാമിലി മെമ്പേഴ്സ് ആണ്. സൈറ ആൻഡ് യൂസിഫ് സോ ദ ഫാമിലി ഓഫ് ഉണ്ണി. ഐഡന്റിഫൈ ദ മെമ്പേഴ്സ് ഓഫ് ഉണ്ണീസ് ഫാമിലി ഫ്രം ദ പിക്ചർ ആൻഡ് റൈറ്റ് ഡൗൺ ദ ബോക്സസ് ഗിവൺ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് ഇത് ബ്രദറാന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാരായിരിക്കും? 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 നമുക്ക് എഴുതി കൊടുക്കാം. നിങ്ങൾ പറയാം ആരാ? അത് ഈസിയിൽ എഴുതാൻ പറ്റും. ആരാണത്? മദറാണ് അല്ലേ. മദർ. അങ്ങനെയാണ്. ഇതാരാ? മദർ ആണെങ്കിൽ ഇത് ഫാദർ. ഇതോ? ഇത് ബ്രദർ ആണെങ്കിൽ ഇവിടെ ആരാ വരിക? ഇത് സിസ്റ്റർ. ഇനിയോ? ഇവിടെ നോക്ക്, ഇത് നോക്ക്, വയസ്സായ ആള് അല്ലേ, ഗ്രാൻഡ് മദർ ആണ്, ഗ്രാൻഡ് മദർ ആണ്. ഇതോ? ഗ്രാൻഡ് ഫാദർ അല്ലേ. ഇത് ഗ്രാൻഡ് ഫാദർ അല്ലേ. നമ്മൾ എന്തൊരു ഈസിയിലായി എഴുതിയ നോക്ക് നിങ്ങൾ ഇല്ലേ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് വേഗം എഴുതാൻ പറ്റൂലടാ മക്കളെ. ഇല്ലേ? വേഗം എഴുതാൻ പറ്റും. ഇത് അങ്ങനത്തെ ആയിട്ടാ വലിയ സംഭവം ഒന്നുമല്ലല്ലോ. വേഗം എഴുതാൻ പറ്റുന്ന സാധനമാണ്. ഇത് ഇങ്ങോട്ട് പോകാത്ത ഇങ്ങോട്ട് പോട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴോട്ട് പോവാണ്. താഴോട്ട് പോകുമ്പോൾ ഇവിടെ കുറച്ച് പക്ഷികളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവര് എന്തൊക്കെയോ ഒക്കെ പറയുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാ അവർ പറയുന്നത് നോക്കാം. ദ പീകോക്ക് ഈസ് സ്ക്രീമിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതാരാ? ഇയാളെ പേരെന്താ? ഇയാളെ പേര് നിങ്ങളൊന്ന് പറയും. കോഴിയില്ലേ. കോഴിക്ക് എന്താ പറയാ? കോഴിക്ക് ഹെന്ന് പറയൂലേ. അതേപോലെ തന്നെ അടുത്ത ആളാരാ? അടുത്ത ആള് പാരറ്റ് ആണ് അല്ലേ. അത് പാരറ്റ് ആണ്. അടുത്ത ഒരാളാ? ഇത് ഓളാണ് അല്ലേ. ഇനി അടുത്തതോ? നമ്മളെ ഡക്ലിംഗ് ആണ് അല്ലേ. ഈ ഒരു സംഭവത്തിന്റെ സൗണ്ടുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയുന്നതാണ്. ഹൂട്ടിങ് ആരാ? നമുക്കറിയാം, ഓളാണ് അല്ലേ. അതേപോലെ തന്നെ ക്രോയിങ് ആരാ? അത് നമ്മുടെ ഹെന്നാണ്. ടോക്കിംഗ് ആരാ? ടോക്കിംഗ് വരുന്നത് നമ്മുടെ ആരാ? ടോക്കിംഗ് പാരറ്റ് അല്ലേ. അതേപോലെ തന്നെ ക്വാക്കിങ്ങോ? കോക്കിംഗ് എന്ന് പറഞ്ഞു പോകുന്ന ആരാ? ഡക്കല്ലേ. അതേപോലെ തന്നെ സ്ക്രീമിങ് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞ് തൊട്ട് താഴത്തെ നോക്കടാ മക്കളെ. തൊട്ട് താഴെ ഇവിടെ നോക്കുമ്പോൾ നോക്ക്, ഇവിടെ എന്താ? ഇത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്താ പറയാ, ഇത് മാർക്കിൻ്റെതല്ല. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് കൊടുത്തതാ ഇവിടെ കേട്ടോ. ഇതെന്താ സംഭവം എന്ന് അറിയാം. ഇത് നിങ്ങൾ കളർ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞ ഒരു സംഭവം ഇല്ലടാ. ഇത്രയും പറഞ്ഞ ഈ ഒരു സാധനം ഇല്ലേ, ഇതിൽ നിങ്ങൾക്ക് ഈസി അല്ലേ ഈ പറഞ്ഞ സാധനമൊക്കെ. ഇതൊക്കെ എന്ത് ഈസിയാ. ഇങ്ങനൊക്കെ വന്ന ഫാദർ അതാണ്, മദർ അതാണ്, സിസ്റ്റർ അതാണ്, ബ്രദർ ഇതാണ്, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ഇതൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും ഇല്ലേ. അതേപോലെ തന്നെ ചെറിയൊരു കോൺവെർസേഷൻ തന്നാൽ നമുക്ക് അത് എഴുതാൻ വേണ്ടി പറ്റും ഇല്ലേ. പിന്നെ അതേപോലെ തന്നെ ഇതാ ആഡ് മോർ ലൈൻസ്, അത് നമുക്ക് എഴുതാം. പിന്നെയോ റിഡിൽസും. ഈ ഒരു സംഭവം ഉണ്ടല്ലോടാ മക്കളെ. ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളെ പരീക്ഷയ്ക്ക് എന്തായാലും വരും. റിഡിൽസ് വരും, ആഡ് മോർ ലൈൻസ് വരും, ചെറിയൊരു കോൺവെർസേഷൻ വരും. ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് വരിക. ഇതൊക്കെ നമുക്ക്
ഈസിയിൽ എഴുതാനും പറ്റൂല്ലേ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കുറേ എഴുതി ഫുള്ള് മാർക്ക് വാങ്ങിയല്ലേ. ഇത് അയച്ചാവില്ലേ ക്വസ്റ്റ്യൻ പേപ്പറൊന്നല്ല, എന്തൊരു ഈസിയുള്ള ചോദ്യ പേപ്പറാ. നിങ്ങളെല്ലാവരും ഫുള്ള് മാർക്ക് വാങ്ങൂലേ? ഇമ്പോർട്ടൻ്റ് പാർട്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അവിടെ കാണണം കേട്ടോ. അവിടെ കണ്ടാൽ എവിടുന്നൊക്കെയാണ് എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം ഏതൊക്കെ ചോദ്യം വന്നതെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് പിന്നെ വാങ്ങാൻ പറ്റുമോ കാണണം കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ട് നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം. എല്ലാവർക്കും വിട്ടുകൊടുക്കും, കൂട്ടുകാർക്കൊക്കെ വിട്ടുകൊടുക്കും, മൊത്തത്തിൽ അങ്ങോട്ട് വിട്ടുകൊടുക്കും, വ്യാപിപ്പിക്കും നിങ്ങൾ കേട്ടോ. ഗ്രൂപ്പിലേക്കൊക്കെ വിട്ടുകൊടുക്കുക, എല്ലാവരും ഗ്രൂപ്പിലേക്കൊക്കെ എല്ലാവരും കാണട്ടെ കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്. അടുത്തുള്ളൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ ബൈ, സീ യു.